നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം, Book of John, chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. എൻ്റെ 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നമുക്കറിയാവുന്നതായ വേദഭാഗമാണ്. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ യേശുവിന്റെ കല്ലറയ്ക്കൽ നിൽക്കുകയാണ്. ഇരുട്ടുള്ളതായ ഒരു സമയം. യേശു കർത്താവിനെ വിട്ടുപിരിയുവാൻ തക്കവണ്ണം മനസ്സില്ലാത്തതായ ഒരു മറിയ. ഈ മറിയയുടെ കരച്ചിൽ കണ്ട് അവളെ കടന്നു പോകുവാൻ തക്കവണ്ണം മനസ്സില്ലാത്തതായ യേശു കർത്താവ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ വിട്ടുപിരിയുവാൻ തക്കവണ്ണം മനസ്സില്ലാത്തതായ മഗ്ദലക്കാരത്തി മറിയ. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് വായിച്ചു. അങ്ങനെ എല്ലാ ശിഷ്യന്മാരും അവിടെ വിട്ടു പോയി. ഈ ഒഴിഞ്ഞ കല്ലറ കാണുവാൻ തക്കവണ്ണം പത്രോസും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും ഒക്കെ ഓടി വന്നു. കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നതായ കാഴ്ച കണ്ടിട്ട് അവരെല്ലാവരും ഇവിടെ പോയി, വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ മറിയ മാത്രം ആ കല്ലറ വാർക്കൽ ഏകയായി ഇരുട്ടുള്ളതായ സമയം. നമുക്ക് മറിയയോട് ചോദിക്കാം, മറിയേ, യേശുവിനോടൊപ്പം നടന്നതായ, നിന്നേക്കാൾ ഉത്തരവാദിത്വമുള്ളതായ പല ശിഷ്യന്മാർ ഈ കല്ലറ വിട്ട് പോയപ്പോൾ അവർക്കില്ലാത്തതായ ഉത്തരവാദിത്വം നിനക്കെന്ത്? നീ എന്തേ വീണ്ടും ഈ കല്ലറ വാതിൽക്കൽ നിൽക്കുന്നത്? മറിയ പറയും, എനിക്കൊരു കഥ പറയുവാനായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായ അനവധിയായ കാര്യങ്ങൾ ഓർത്താൽ എനിക്ക് ഇവിടെ വിട്ടു പോകുവാൻ. കർത്താവിനോടുള്ളതായ ആ സ്നേഹം അവളെ അവിടെ പിടിച്ചത്. അവൾ ആരായിരുന്നു? 7 ഭൂതങ്ങൾക്ക് അടിമപ്പെട്ട് പിശാചിന്റെ വലയിലായിരുന്നതായ ഒരു സ്ത്രീയായിരുന്നു. അവളെ കർത്താവ് സൗഖ്യമാക്കി. യേശുവിനോടൊപ്പം അവൾ പട്ടണം തോറും സഞ്ചരിച്ചു. യേശു എവിടെയൊക്കെ ദൈവവചനം പ്രസംഗിച്ചുവോ അവിടെയൊക്കെ ഈ യേശു കർത്താവിന്റെ പുറകെ സഞ്ചരിച്ചതായ മറിയയാണ്. യേശുവിന്റെ സ്നേഹം നന്നായി മനസ്സിലാക്കിയതായ മറിയയ്ക്ക് ആ കല്ലറ വാതിൽക്കൽ കർത്താവ് മരിച്ചു. ഇനി അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ അവൾക്ക് ആ കല്ലറ വാതിൽക്കൽ വിട്ടുപോകുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. നമ്മള് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തട്ടിച്ചു നോക്കിയിട്ട് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവനില്ലാത്തതായ ഉത്തരവാദിത്തം എനിക്കെന്താ, പാസ്റ്ററിനില്ലാത്തതായ ഭാരം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ പലപ്പോഴും പിന്മാറുന്നതായ അവസ്ഥ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മറ്റാരും തന്നെ ഒന്നും ചെയ്തില്ല എങ്കിൽ മറ്റാർക്കുമില്ലാത്തതായ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആരും കൂടെ നിന്നില്ല എങ്കിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ തക്കവണ്ണം യാതൊന്നിനും കഴിയില്ല. യാതൊന്നിനും കഴിയില്ല. അപ്പൊ നമുക്ക് യേശുവിനോട് ചേർന്ന് എത്രമാത്രം നിൽക്കുവാൻ തക്കവണ്ണം കഴിയും, അത്രമാത്രം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി.
ഇനി അടുത്ത ഭാഗം. ഈ മറിയ അവിടെ കല്ലറ വാതിൽക്കൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവിടെ വന്നു. അവളോട് ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? യേശു നമ്മെ നന്നായി അറിയുന്നവനായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ അവൻ അറിയുന്ന വിവിധ തലങ്ങളുണ്ട്. ഒന്ന്, അവൻ നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നു. നമുക്ക് നിലവിളിക്കുവാൻ ആരോഗ്യമുണ്ടോ? നിലവിളിക്കുക. മുട്ടുമേൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ ആ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്നവനാണ് നാം സേവിക്കുന്നവനായത്. രണ്ട്, അവൻ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നു. പ്രാർത്ഥന ഒട്ടും മുടങ്ങാതെ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും നമ്മുടെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് നാം കരയുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശബ്ദം അവൻ കേൾക്കുന്നത്. മൂന്ന്, അവൻ നമ്മുടെ കണ്ണുനീർ കാണുകയും അതിലെ ശബ്ദം അവൻ കേൾക്കുകയും ചെയ്യും. ചില സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കോണം വാക്കുകൾ കിട്ടുന്നില്ലായിരിക്കും. ഹൃദയത്തിലെ ദുഃഖങ്ങൾ നിമിത്തം, പ്രയാസങ്ങൾ നിമിത്തം, സങ്കടങ്ങൾ നിമിത്തം, തേങ്ങലുകൾ നിമിത്തം നാവിൽ വാക്കുകൾ നമുക്ക് കിട്ടുന്നില്ലായിരിക്കും. പക്ഷെ കരച്ചിൽ മാത്രമേ കാണൂ. അത് മതി. കാരണം കണ്ണുനീർ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. Tears is a language that God only understands. ദൈവം മാത്രം മനസ്സിലാക്കുന്നതായ ഭാഷയാണ്. നമ്മുടെ ഓരോ കണ്ണുനീർ തുള്ളികളിലും each of our tears carries a message to God. ദൈവത്തിന് സമർപ്പിക്കുന്നതായ ഓരോ അപേക്ഷയുമാണ് നമ്മുടെ ഓരോ കണ്ണുനീരും. നമുക്കൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് വാക്കുകൾ കിട്ടാതെ തേങ്ങലുകൾ കൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് നമ്മൾ സമർപ്പിക്കാറുണ്ട്. ദൈവം അത് കേൾക്കുന്നവനായി. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ നീ ആശ്രയിക്കുന്നില്ലേ, അത് നിന്റെ പുസ്തകത്തിൽ നീ എഴുതുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ പക്കൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു തുരുത്തി. അവിടെ നമ്മൾ വായിക്കുന്നത്, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതായ ഓരോരുത്തർക്കും വേണ്ടി ഓരോ തുരുത്തിയും ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴിക്കുന്നതായ ഓരോ കണ്ണുനീരും അവൻ അവിടെ ശേഖരിച്ചു. പിന്നെയുള്ളതായി ഈ പുസ്തകം നീ എന്തിനാണ് കരഞ്ഞത് എന്നുള്ളതായ കാരണം അവൻ ആ പുസ്തകത്തിൽ എഴുതി. അപ്പോൾ നമ്മുടെ കണ്ണുനീർ കണ്ട് മറികടന്ന് പോകുന്നവനല്ല. അടുത്തത്, നമുക്ക് നിലവിളിയില്ല, പ്രാർത്ഥനയില്ല, കണ്ണുനീരില്ല എന്ന് വിചാരിച്ചാണ്. കാരണം ചില പ്രിയപ്പെട്ടവർക്ക് കണ്ണുനീര് വരികയില്ല. എന്റെ സഹോദരൻ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, ഞവനെ നിങ്ങളൊക്കെ പറയുന്നത് കര കര, എനിക്ക് കണ്ണുനീരില്ല. അപ്പോൾ ഈ കണ്ണുനീര് വരുന്നില്ല. സാരമില്ല, ഹൃദയം ഒന്നുണ്ടല്ലോ, ഹൃദയം ഉണ്ടല്ലോ, അത് നുറുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നമുക്കുള്ള ഹൃദയം നുറുങ്ങി നാം ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലും ദൈവം കേൾക്കുകയാണ്. മാത്രമല്ല, നിലവിളിയില്ല, പ്രാർത്ഥനയില്ല, കണ്ണുനീരില്ല, നമ്മൾ വേദനയുടെ നിമിഷങ്ങളിൽ നമുക്കുള്ളത് അവശേഷിക്കുന്നത് ചിലപ്പോൾ ഞരക്കം മാത്രമായിരിക്കും. ഗ്രോണിംഗ് സൗണ്ട്, ഞരക്കം. ആ ഞരക്കത്തിന്റെ ശബ്ദവും ദൈവം കേൾക്കുന്നു. ഒരിക്കലൊരു സഹോദരി ക്യാൻസർ ബാധിതയായി വളരെ സീരിയസ് ആയിട്ട്
ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ആ സഹോദരിയെ കാണുവാനായിട്ട് പുള്ളിക്കാരുടെ സഭയുടെ പാസ്റ്റർ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലുമായിരുന്നു. ചെന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് മടങ്ങുമായിരുന്നു. ഒരു ദിവസം ആ സഹോദരി പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വേണ്ട രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം വേദന കൊണ്ട് ഞാൻ കിടക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുകയാണ്. എൻ്റെ പ്രാർത്ഥന ദൈവത്തിൽ, കാരണം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുവാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, സഹോദരിക്ക് ഞരങ്ങുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞരങ്ങുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, എനിക്ക് വേദന കൊണ്ട് ഞരങ്ങുവാൻ മാത്രമേ കഴിയുകയാണ്. പാസ്റ്റർ പറഞ്ഞു, അത് മതി. നിന്റെ ഉള്ളിലെ ഞരക്കം പരിശുദ്ധാത്മാവെടുത്ത് പ്രാർത്ഥനാ വാചകങ്ങളായി അത് സ്വർഗ്ഗത്തിൽ എത്തിച്ചു. അപ്പോൾ നമ്മുടെ നിലവിളി മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ വാചകം മാത്രമല്ല, നമ്മുടെ കണ്ണുനീർ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലെ നുറുക്കം മാത്രമല്ല, നമ്മുടെ ഞരക്കം പോലും അറിയുന്നവനായ ദൈവം, എത്ര നല്ലവനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. അത് മാത്രമോ, നാം അറിയാതെ എന്തൊക്കെ പരിപാടിയാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അവരുടെ അങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവനെ ഭുജത്തിൽ വഹിച്ചു, എങ്കിലും ഞാൻ അവനെ സൗഖ്യമാക്കി എന്ന് അവൻ അറിഞ്ഞില്ല. നാം അറിയാതെ പല പരിപാടികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. എൻ്റെ ഒരു സ്നേഹിതൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ലോകപ്രകാരം ജീവിച്ചതായ ഒരു വ്യക്തിയായിരുന്നു. വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചതായ വ്യക്തി. ഒരിക്കൽ ട്രെയിനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ചാടിക്കേറി അവൻ ഏതാണ്ട് വീഴാനായിട്ട് പോവുകയായിരുന്നു. അന്നേരം ആരോ പുറത്തു നിന്നും തള്ളി അവനെ അകത്തോട്ട് വീട്ടു. നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അതിനകത്ത് പോയി. അവൻ വിശ്വാസിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് അതിവിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ചില നാളുകൾക്ക് ശേഷം കൂട്ടായ്മ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ ആ പ്രിയപ്പെട്ടവനോട് ദൈവാലോചന പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് നീ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ് നീ മരണപ്പെടേണ്ടതായിരുന്നു, എന്നാൽ ഞാൻ നിന്നെ തള്ളി അകത്തോട്ട് എന്റെ കണ്ണിയാണ്, നീ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്. ആ വ്യക്തി അറിഞ്ഞു പോലും ഇല്ലാത്തതായ ദൈവം നാം അറിയാതെ പല കാര്യങ്ങളും സൗഖ്യമാക്കുന്നു, നമ്മുടെ അവയവങ്ങളെ നേരെയാക്കുന്നുണ്ട്, നമുക്ക് ശക്തിയും ബലവും തരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നാം അറിയാതെ പല കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. രണ്ട് കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക. ഒന്ന്, ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലാണ് നാം എല്ലാവരും. ദൈവം അറിയാതെ ഒരു കാര്യം നമ്മുടെ തലയിലെ രോമങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിലൊരെണ്ണം നിലത്ത് വീഴണമെങ്കിൽ അത് സംഭവിക്കുകയില്ല. അത്രമാത്രം കരുതലും പരിപാലനവും നമ്മുടെ ജീവിതത്തിൽ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അവസ്ഥ ഏത് നിലയിലായിരുന്നാലും ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശം. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശം. ഏത് അവസ്ഥയിലായിരുന്നാലും ആരായിരുന്നാലും ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശം. അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ താഴ്ത്തിയേൽപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പുതിയ ദിവസങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഫിബിയോർക്ക് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിന്റെ വലിയ കരം പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടപ്പെടുവാൻ തക്കവണ്ണം. അതെ, നമ്മുടെ പാട്ട് പാടിയതുപോലെ ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവൻ ഒരു നിമിഷം മതി. കർത്താവ് അവൻ നമ്മുടെ നിലവിളി കേട്ട്, നമ്മുടെ പ്രാർത്ഥനാ വാചകം കേട്ട്, നമ്മുടെ കണ്ണുനീർ കണ്ട്, നമ്മുടെ ഹൃദയം നുറുക്കം കഴിഞ്ഞ്, നമ്മുടെ അവൻ ഞരക്കം കണ്ട് അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ.